ഹായ് ഓൾ. ഇന്ന് ഞങ്ങൾ എറണാകുളം ഫ്ലവർ ഷോ കാണാനായിട്ട് പോയി. ഓക്കെ, ഇപ്പോൾ മെയിൻ ഗേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം വാൻഡയും ഇതും കുറച്ച് മണി പ്ലാന്റും ഒക്കെ ആയിട്ടുള്ള ഒരു വെൽക്കം തന്നെയാണത്. ഫൗണ്ടനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ നമ്മൾ ആദ്യം വെൽക്കം ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റ്, അതായത് ബോൺസായി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഡിസ്പ്ലേ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് മാത്രമല്ല ചെയ്തേക്കുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അതായത് സ്കൾപ്ചേഴ്സ്, പിന്നെ നല്ലൊരു രീതിയിലാണ് ആ ബോൺസായും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് ഒരു ക്ലോസ്ഡ് ടെറേറിയം, അതായത് ഒരു എൻവയോൺമെൻറ്റ് തന്നെയാണ് അതിൻ്റെ അകത്ത് സൃഷ്ടിക്കുന്നത്. ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറയും. അടച്ചു വെച്ച് പ്ലാന്റുകൾക്ക് വെള്ളവും കാര്യങ്ങളൊന്നും എപ്പോഴെപ്പോഴും കൊടുക്കേണ്ടതായിട്ടില്ല. അതിൻ്റെ അകത്ത് തന്നെ ഇവോപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്ന് അതിൻ്റെ അകത്ത് തന്നെ നടക്കുന്നൊരു പ്രോസസ്സാണ് ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നടന്നു വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു വെർട്ടിക്കൽ വാൾ അല്ലെങ്കിൽ സ്ലാൻറ്റിങ് വാളായിട്ട് ചെയ്തേക്കുന്ന പോൺസാറ്റിയാസാണ്. അത് ഈ ഒരു ഫ്ലവർ ഷോയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നിയത് ഈ പോൺസാറ്റിയാണ്. കാരണം അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പോൺസാറ്റിയ കണ്ടു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പോൺസാറ്റിയുടെ ഒരു വലിയൊരു ലോകം തന്നെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ വരുന്നത് കുറച്ച് റെയർ പ്ലാന്റ്സിൻ്റെ, നക്ഷത്ര വൃക്ഷങ്ങളുടെ ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു കളക്ഷനാണ്. ഇത് വേറൊരു സെക്ഷനാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, വേറൊരു സെക്ഷനും കൂടിയുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ കഴിഞ്ഞ ഫ്ലവർ ഷോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു കേക്കിൻ്റെ രൂപമാണ് ഉണ്ടാക്കി വെച്ചത്. ഇത്തവണ അതൊരു മയിലിൻ്റെ രൂപമായിരുന്നു. പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫ്ലവർ ഷോയുടെ ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ കാണുന്നത് പോലെയുള്ള എല്ലാ തരം ചെടികളും ഇത്തവണയും ഉണ്ട്. പക്ഷേ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു പച്ച ക്രിസാന്തമമാണ്. അതായത് പച്ച ക്രിസാന്തമം, പച്ച ജമന്തി. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉത്തരവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മേളിലത്തെ തണ്ട് മാത്രം കട്ട് ചെയ്ത്, അതായത് പൂക്കാറാകുമ്പോൾ അതിൻ്റെ മേളിൽ തണ്ട് മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ടാണ് ഇത്ര ഷോർട്ടായിട്ട് തന്നെ ഫ്ലവർ ഇടുന്നത്. അത് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് അത് കൂടുതലും പിടിപ്പിച്ചെടുക്കുന്നത്. ഇത് സാൽവിയ ചെടികളുടെ ഒരു ഇതാണ്. പിന്നെ നമ്മൾ സാധാരണ കാണുന്നത് പോലെയുള്ള ജമന്തി തൈകളാണ് ഇത് മൊത്തം ഉള്ളത് ഏരിയ. പിന്നെ ഇത് ഫ്രഞ്ച് മാരിഗോൾഡ്. ഈ ഫ്രഞ്ച് മാരിഗോൾഡ് പല സ്ഥലത്തും ഒരു 2-3 സ്ഥലങ്ങളിലായിട്ട് ഇവർ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺ ആയിട്ട്, അതായത് ഒരു മല പോലെ, അല്ലെങ്കിൽ ഒരു കോണിക്കൽ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ബ്രോമിലിയാഡ്സ് കൊണ്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതും നല്ല മനോഹരമായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് ബ്രോമിലിയാഡിൻ്റെ തന്നെ വേറൊരു റെഡ് കളറിലൊരു ഇതാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് റെഡ് കളേഴ്സിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡ് കളർ, അതിൻ്റെ ലീഫ് റെഡായിട്ട് വരുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്നത് ടൊറേനിയാണ്, കാക്കപ്പൂ എന്നൊക്കെ പറയുന്ന ടൊറീനിയ എന്ന് പറയും. പിന്നെ സാൽവിയ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് സൈഡിൽ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, നമ്മുടെ സീനിയ ചെടികളുടെയും കളക്ഷൻസ് ഉണ്ട്. ഇത് ജമന്തിയാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട സെക്ഷൻ്റെ തന്നെ മറുവശമാണത്. അതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇത് സീനിയാണ്, ഫുള്ള് മിനിയേച്ചർ സീനിയാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ കിട്ടുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് മേടിച്ച് വെക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടില്ല. ടൊറേനി ആണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് സാൽവിയുടെ തന്നെ, നമ്മൾ നേരത്തെ റെഡ് കണ്ടു, ഇത് പർപ്പിൾ കളറിലാണ്. ഇത് കണ്ടോ, ഫ്രഞ്ച് മാരിഗോൾഡ്, ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്രഞ്ച് മാരിഗോൾഡും ഈ ബന്ദി ചെടികൾ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ പലരും ചോദിക്കുന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബന്ദി ചെടികൾ എന്താണ് നിങ്ങളുടെ നഴ്സറിയിലിരിക്കുന്ന മാത്രം ചെറുതായിട്ടിരിക്കുന്നത്, ഞങ്ങൾ വെക്കുമ്പോൾ വലുതായി പോകുന്നതും. ഇത് ശരിക്കും പറഞ്ഞാൽ കട്ടിങ് വെച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഷോർട്ടിൽ തന്നെ ഒരു ചട്ടിയിൽ ഒരു 4-5 പ്ലാന്റ് ഉണ്ടാവും. പക്ഷെ അത്ര ലൈഫ് കിട്ടത്തില്ല. നമുക്ക് പ്ലാന്റിന്, ജമന്തി ചെടികൾക്ക് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇത് എന്താ പറയുക, വലിപ്പം വന്നോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വെക്കുക. അതിൽ വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ തണ്ട് കട്ട് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബുഷായിട്ട് നിർത്താൻ പറ്റും. പിന്നെ നമ്മൾ വരുന്നത് ഒരു വാൻഡയൊക്കെ തൂക്കിയിട്ടേക്കുന്ന ഒരു സെക്ഷനാണ്. പിന്നെ അവിടെ വാൻഡ മാത്രമല്ല, ഈ താഴെ കാണുന്നത് മൊക്കാറയല്ല കേട്ടോ, വാൻഡ തന്നെയാണ്.
അത് മണ്ണിൽ വെച്ചേക്കണം, ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് ശരിക്കും തൂക്കിയിടേണ്ട സാധനമാണ്, പക്ഷെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് തോന്നാൻ വേണ്ടിയിട്ടും ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള ഓർക്കിഡ്സ് ഈ ഒരു സെക്ഷനിൽ ഞാൻ കണ്ടു കേട്ടോ. അതായത് മഞ്ഞ ട്വിസ്റ്റർ, ഫ്രാഗ്രൻസ് ഉള്ള വെറൈറ്റി, ബ്ലാക്ക് ഓർക്കിഡ്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് വാൻഡ വെച്ചിട്ട് തന്നെ ബാസ്ക്കറ്റായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ബോഗൻവില്ലയുടെ ഒരു സെക്ഷനാണ്. നല്ല കളേഴ്സ് ബോഗൻവില്ല അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് ജെറേനിയം എന്ന് പറഞ്ഞ ചെടി അതിൻ്റെ അകത്ത് കാണാം നിങ്ങൾക്ക്. പിന്നെ വരുന്നത് കാക്ടസിൻ്റെയും സക്യുലൻസിൻ്റെയും ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അത് ഇത്തിരി ഡ്രൈ ആയിട്ട് ഫീല് വരത്തക്ക വിധത്തിൽ കുറച്ച് മെറ്റലും കുറച്ച് ചകിരിച്ചോറും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സെക്ഷനായിരുന്നു. ഇതെനിക്ക് പേഴ്സണലി വലിയ കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഓർക്കിഡ് വെച്ചേക്കുന്നതും ഇതൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം കളർഫുള്ളാണ്. അതായത് ഇതിപ്പോൾ ഇത് കണ്ടില്ലേ വാൻഡ ബാസ്ക്കറ്റിനകത്താക്കി വെച്ചേക്കുന്നു. അതിൻ്റെ ചോട്ടിൽ ഇത് നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഈ ഒരു ഭാഗം കൂടുതലും പുല്ല് വെച്ചിട്ട് ആണ് തീർത്തേക്കുന്നത്. അപ്പോൾ ഈ അവിടെ ഇവിടെയൊക്കെ കാക്ടസ് വെക്കുന്നതിൽ കുറച്ച് കാക്ടസ് വെക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് മൊക്കാറ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇതിൻ്റെ അകത്ത് മൊക്കാറയുണ്ട്, ആന്തൂറിയം, മറ്റേ ലീഫി ആന്തൂറിയം ഉണ്ടല്ലോ, ക്രിസ്റ്റലേനിയം, അതിൻ്റെ വലിയൊരു പ്ലാന്റ്സ്, അതിൻ്റെ വലിയ പ്ലാന്റ്സ് ഡെമോ വെച്ചിട്ടുണ്ട്. പിന്നെ ബേർഡ്സ് നെസ്റ്റ് ഫേണിൻ്റെ വലിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഒരു സെക്ഷനായിട്ട് തന്നെ നമുക്ക് പറയാം. നല്ലൊരു സെക്ഷനാണ്. പർപ്പിളും യെല്ലോയും റെഡും ഒക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ജമന്തിയുടെ ബഹളമാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതേപോലെയാണ് ഈ ഒരു സെക്ഷൻ ഫുള്ള് ആ പുതിയ വെറൈറ്റി പച്ച ക്രിസാന്തമം, അതായത് ജമന്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ആ ഒരു സെക്ഷൻ. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ നടന്നു വന്നൊരു സെക്ഷനാണത്. അപ്പോൾ ഇത് നോക്കിയേ, അടുത്തുകൂടി കാണുമ്പോഴത്തേക്ക് കണ്ട ഒരു ബോൾ പോലെ ഇരിക്കുന്ന വെറൈറ്റി കൊള്ളാട്ടോ, നല്ലൊരു വെറൈറ്റിയാണ് അത് പച്ച. പക്ഷേ എത്രത്തോളം നമ്മുടെ കാലാവസ്ഥയിൽ നിൽക്കുമെന്നുള്ളത്, എറണാകുളം പോലെയുള്ള കാലാവസ്ഥയിൽ എങ്ങനെ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോൾ അത് കേടായി പോകുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഇതിൻ്റെ തൈകൾ മേടിച്ച് വളർത്തി അത്യാവശ്യം ഹൈറ്റിൽ നിർത്തുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടും. പിന്നെ ടൊറീനിയയുടെ സെക്ഷനാണ് ഈ കാണുന്നത്. ടൊറീനിയ ഉണ്ട്, നമ്മുടെ എന്താ പറയുക ചൈനീസ് ബോൾസം ഉണ്ട്, ഡാലിയ ഉണ്ട്, ഇത് തന്നെയുണ്ട്, വെർബേനയുണ്ട്. ഈ കാണുന്നത് വെർബേനയാണ് കേട്ടോ. അതായത് ചെത്തിപ്പൂ പോലെ നിൽക്കുന്ന ഒരു സീസണൽ പ്ലാന്റ് ആണ്. അത്യാവശ്യം എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ പൂക്കൾ, എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ കിട്ടുന്നതും ഹെഡ്ജിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ വെർബേന എന്ന് പറയുന്നത്. ഇത് ആന്തൂര്യത്തിൻ്റെ കഴിഞ്ഞ ഫ്ലവർ ഷോയിൽ സെയിം ഡിസ്പ്ലേ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, കഴിഞ്ഞ ഫ്ലവർ ഷോ കാണാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ വീഡിയോ ഉണ്ട്, അത് കാണാം. ഇത് സെയിം അറേഞ്ച്മെൻറ്റാണ്. പിന്നെ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, അതായത് പോൻസാറ്റിയകളുടെ വൻ ശേഖരം, അതായത് ഒരു ഏരിയ കംപ്ലീറ്റ് തന്നെ ഈ പോൻസാറ്റിയ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതായത് എന്താ പറയുക, നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാനായിട്ട്. പക്ഷെ നമ്മുടെ ഒരു കാലാവസ്ഥയിൽ ഇതിന് റെഡ് കളർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നായിരിക്കും പറയുന്നത് ശരി. അതായത് ഈ ക്രിസ്മസ്, ഈ തണുപ്പുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ടും ഇലയുടെ കളർ മാറുന്നത്. ഇത് പൂവല്ല, ഇതിൻ്റെ ഇലയുടെ മുസാണ്ട പോലെ ഇതിൻ്റെ ഇലയുടെ കളറ് മാറി പിങ്കും റെഡും യെല്ലോയും ഓറഞ്ചും ഒക്കെ ആയി മാറുന്ന ഒരു വെറൈറ്റിയാണത്. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് റെഡ് കളറാണ്, നല്ല റെഡ് കളറാണ്. ഇതിപ്പോൾ ഞാൻ രാത്രി എടുത്തതുകൊണ്ടാണ് ഇത് ഇത്തിരി ഒരു പിങ്കിഷ് ആയിട്ട് തോന്നുന്നത്, പക്ഷേ ഫുള്ള് റെഡാണ്. പിന്നെ ഒരു ക്രീം കളർ ഉണ്ടായിരുന്നു, ലൈറ്റ് പിങ്ക് കളറ്, പിന്നെ വൈറ്റ് കളറ്, അങ്ങനെ ഒരു 10-15ഓളം വെറൈറ്റീസ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ലോക്കൽ ഏരിയയിലുള്ള നഴ്സറികളിലൊന്നും തന്നെ ഇത്രയും കളേഴ്സ് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ പോൻസാറ്റിയ പ്ലാന്റ്സ് കൊണ്ട് നിറച്ച് വെച്ചേക്കുവാണ്. ഇതൊക്കെ നിങ്ങൾ ലാസ്റ്റ് ദിവസം, അതായത് എക്സിബിഷൻ തീരുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റും. നല്ല റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് കുറവിന് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു 150, 125 ആ റേറ്റിനൊക്കെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മഷ്റൂം ഷേപ്പ് ചെയ്തേക്കുന്നത് പലയിടത്തുമായിട്ട് കാണാം.
പിന്നെ പോൺസാറ്റിയ ഞാൻ പറഞ്ഞില്ലേ, പോൺസാറ്റിയ പലയിടത്തായിട്ടുണ്ട്, പല സ്ഥലത്തും ഉണ്ട് പോൺസാറ്റിയ. അപ്പോൾ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഒരു 2000-3000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഇത് തന്നെയാണ്. പിന്നെ ഇത് എയർപോർട്ടിൽ നട്ടേക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഏരിയ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് കൊണ്ട് തന്നെ ഇതായിപ്പോയിട്ട്, സത്യം പറഞ്ഞാൽ ഫ്ലവർ ഷോ ആണ്, പക്ഷെ അതൊരു എന്താ പറയുക, സ്ഥലം വേസ്റ്റ് ആയിപ്പോയി എന്ന് തന്നെ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ നമ്മൾ മറ്റേ സൈപ്രസ് കണ്ടു, ഗോൾഡൻ സൈപ്രസ്. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. നമ്മുടെ സെലോഷ്യയുടെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അതായത് നമ്മുടെ കോഴിപ്പൂവില്ലേ, ആ കോഴിപ്പൂവിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇത് കലാലില്ലി എന്ന് പറയുന്ന നമ്മുടെ ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെ തണുപ്പുള്ള മലമ്പ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ കാണുന്ന ഒരു വെറൈറ്റിയാണിത്. പിന്നെ ഇത് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അതായത് എറണാകുളം പോലത്തെ ക്ലൈമറ്റിൽ ഇത് നല്ലപോലെ ആവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ കിഴങ്ങുകളാണ്, അതായത് ഇപ്പോൾ ഇത് ഒരു കിഴങ്ങിൽ നിന്നാണ് ഇത്രയൊരു പ്ലാന്റ് ഉണ്ടായേക്കുന്നത്. ഇതിൻ്റെ കിഴങ്ങുകൾ ഇവിടെ തന്നെ സ്റ്റോളുകളുണ്ട്. അപ്പോൾ സ്റ്റോളിൽ ഇതിൻ്റെ കിഴങ്ങുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് കിഴങ്ങ് മേടിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫ്ലവർ ഇടുന്ന പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ കാലാവസ്ഥയിലും ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. പിന്നെ ഈ ഫ്ലവറിന് നല്ല ലൈഫുണ്ട്. ഇത് നമുക്ക് കട്ട് ഫ്ലവർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ഇത് വൻതോതിൽ കൃഷി ചെയ്തിട്ട് ഇത് കട്ട് ഫ്ലവർ ആയിട്ട് ബൊക്കകളിലും ഇതിലൊക്കെ വരുന്നുണ്ട്. പിന്നെ പഴയ ക്ലേ മോഡലിങ്ങും കാര്യങ്ങളും മറ്റേ പോട്ട് സ്കൾപ്ചേഴ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഇതേപോലെ ഈ ഫ്ലവേഴ്സ് ഇഷ്ടംപോലെ അവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് ആന്തൂര്യത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റീസാണ്, ചെറിയ വെറൈറ്റീസ്, അതായത് ചെറിയ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റീസ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ വലിയ വെറൈറ്റീസും പല കളേഴ്സും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കളർഫുള്ളാണ്. പക്ഷേ കുറച്ച് ഫ്ലവേഴ്സ് കഴിഞ്ഞ തവണ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ ഇത്തിരി ഫ്ലവേഴ്സ് കുറവായിരുന്നു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണത്തെ സെയിം അറേഞ്ച്മെൻറ്റാണ്, വേറെ മാറ്റങ്ങളൊന്നും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഇത് പിറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്, ഫ്ലവറിങ് പ്ലാന്റാണ്. സീഡാണ് ഇതിൻ്റെ നട്ടിട്ട് ഉണ്ടാക്കുന്നത്, സീഡാണ് നടുന്നത് നമ്മൾ. പിന്നെ ഇത് നമ്മുടെ കാലാവസ്ഥയിൽ പിടിച്ച് കിട്ടുന്ന ആൾക്കാരുണ്ട്, ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് ഇൻഡോർ പ്ലാന്റിൽ തന്നെ ബ്രോമലിയാഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരി വെറൈറ്റീസ് ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. മിക്സ് ആയിട്ടാണ് വെച്ചേക്കുന്നത്, പക്ഷേ അത് കളർഫുള്ളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു കാക്ടസിൻ്റെ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വലിപ്പമുള്ള കാക്ടസുകൾ ഉണ്ട്. അതായത് എന്താ പറയുക, ടവറായിട്ട് നിൽക്കുന്നതും ഗോസ്റ്റ് കാക്ടസും എക്കിനോപ്സിസ്, അതായത് ബോൾ കാക്ടസിൻ്റെ തന്നെ വലിയ ചട്ടിക്കകത്ത്, ഇത് കണ്ടില്ലേ, വലിയ ചട്ടിക്കകത്ത് വലിയ രീതിയിൽ, അതായത് ഇത് ഒരു മിനിമം ഒരു 10-12,000 രൂപയെങ്കിലും റേറ്റ് വരും ഇങ്ങനെ ഒരു വലിയൊരു കാക്ടസിന്. പിന്നെ ആക്ച്വൽ റേറ്റ് എനിക്ക് അറിയത്തില്ല, ഏകദേശം റേറ്റാണ് പറഞ്ഞത്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് ഏകദേശം ഒരു 10,000 രൂപയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊരു കാക്ടസാണ്. അത്രയൊക്കെ വലിയ കാക്ടസ് നമ്മൾ കാണുന്നത് വളരെ റെയറാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഫെറാക്കോൺ പോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പോട്ട് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പോട്ട് കമ്പനിയാണ്. അവരുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പോട്ടുകളാണ്. ഇത് ഞാൻ ചില വർക്കുകൾ ചെയ്യാനായിട്ട് ഇവരുടെ പോട്ടുകൾ ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. നല്ല പോട്ടുകളാണ് ഇവരുടെ, സിമെൻറ്റ് പോട്ടുകളാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഈ ബോൺസായി ഉണ്ട്, ഒരു കോണിക്കലായിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം, റൗണ്ടായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് അടിച്ചിട്ട് റൗണ്ടായിട്ട് അതിൻ്റെ അകത്ത് ചട്ടി ഇറക്കി വെക്കുന്നൊരു ഏർപ്പാടാണ്. ഇത് കുർക്കുമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതും നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിലുണ്ടാവും, പക്ഷേ മഴക്കാലത്ത് മാത്രമാണ് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഫ്ലവർ ഇടുന്നതും മുളയ്ക്കുന്നതുമെല്ലാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, കൂണായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഇത് തെങ്ങിൻ്റെ തടിയാണ് കേട്ടോ. തെങ്ങിൻ്റെ തടിയുടെ മുകളിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഒരു കൂൺ ഷേപ്പിലുള്ളത്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ്. ഇത് പലരുടെയും സ്വപ്നം, അതായത് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. അതായത് മോൺസ്റ്ററുടെ ആൽബോ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് ഇത്തിരി റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്, ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ്സൊക്കെ നമുക്ക് ഒരു 1000, 1200, 450 ആ റേഞ്ചിനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പ്ലാന്റ് കണ്ടോ, ഈ പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് കണ്ടവർ വളരെ ചുരുക്കമായിരിക്കും. അല്ലെങ്കിൽ ഈ ചെറിയ പ്ലാന്റ് പലരും സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് ഫിലോഡെൻഡ്രൺ മെലനോക്രിസം എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇത്രയും വലിയ ഇലകളായിട്ടുള്ള നല്ല അട്രാക്റ്റീവാണ് കേട്ടോ. ഇത് മോൺസ്റ്ററുടെ തന്നെ മിനിമ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്.
അത്യാവശ്യം നല്ല ഇതും ഈ മിനിമ എന്ന് പറഞ്ഞാൽ ചെറിയ പോട്ടിനകത്ത് വരുന്ന പ്ലാന്റ് വലിയ പ്ലാന്റ്സ് കണ്ടവരൊക്കെ വളരെ റെയർ ആയിരിക്കുള്ളൂ. ഇത് മോൺസ്ട്ര ഡെലിസിയോസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബോൺസായും ഇതൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇത് അക്വേറിയത്തിനകത്ത് പുള്ളി ലൈവ് പ്ലാന്റ്സിൻ്റെ ഒരു ബോൺസായി കണ്ടോ, വെള്ളത്തിൻ്റെ അകത്താണ് ഇതിരിക്കുന്നത്, വെള്ളമാണ്. ഇതിൻ്റെ അകത്ത് ഫിഷ് ഇടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ നാളെയോ മറ്റന്നാൾ. ഇത് ഞാൻ തുടങ്ങിയ ദിവസം തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ ഫിഷ് ഇല്ലായിരുന്നു ഞാൻ പോയപ്പോൾ. ഇനിയിപ്പോൾ കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെയോ വല്ലതും ഫിഷ് ഇട്ടേക്കാം. ഇനി നിങ്ങൾ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫിഷ് ഇട്ടേക്കാം. ഇതിൻ്റെ അകത്ത് ലൈവ് പ്ലാന്റ്സ് ആണ്, ലൈവ് വാട്ടർ പ്ലാന്റ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. എന്താ പറയുക, ഇതൊരു അക്വാസ്കേപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. പുൽത്തകിടിയും മണലും മലയും മരങ്ങളും ഒക്കെ വെള്ളത്തിൻ്റെ അകത്ത് നിൽക്കുന്ന കാണാൻ ഒരു ഭംഗിയാണ്, ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഫിഷുകളും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിൻ്റെ മരത്തിൻ്റെ ഇലകളായിട്ടുള്ളതെല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതും എല്ലാം അദ്ദേഹത്തിൻ്റെയാണ് കേട്ടോ. ഈ ഫോട്ടോ കാണുന്നത് ചെയ്യുന്ന ആളുടെയാണ്. പേര് ഞാൻ നോട്ട് ചെയ്തില്ലായിരുന്നു. ഇത് ടെറാക്രാഫ്റ്റ്സിൻ്റെ ഒരു ചെറിയൊരു സെക്ഷനാണ്. അതായത് ടെറാക്കോട്ട പോട്ട്സും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടെറാക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക ഡിസ്പ്ലേ ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറച്ച് നേരത്തെ കണ്ട എയർപോർട്ട്സ്. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാരണം ഈ കുറേ ഏരിയാസ് ഇതേപോലെ കുറേ പ്ലാന്റ്സൊക്കെ വെച്ചിട്ട്, ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ട് ഫ്ലവർ ഷോയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. പക്ഷെ അത്ര ഏരിയ വേസ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഈ ഒരു ഏരിയ പ്ലാന്റ് സ്റ്റോറീസിൻ്റെ ഒരു ഏരിയ ആണ്. പലതരം പ്ലാന്റുകളും പലതരം എന്താ പറയുക പോട്ടുകളിലും ഒക്കെ ഒരു ഹെഡ്ജിങ് ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു ഹെഡ്ജിങ്, ഫേണിൻ്റെ ഒരു ഹെഡ്ജിങ് ആയിട്ടും ഒക്കെ വെച്ചേക്കണം. ഇത് ഫിംഗർ പാമിൻ്റെ വെരിഗേറ്റഡ് ആണ് കേട്ടോ. ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്, അത്യാവശ്യം ഇത്തിരി റെയറുമാണ്. പിന്നെ ഞാനിവിടെ ഒരു കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേണിൻ്റെ വെറൈറ്റി കണ്ടു. അത് പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഫേണിൻ്റെ വെറൈറ്റി അത് വഴിയെ മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ഉണ്ട്. ഇതൊരു ഫിലോഡെൻഡ്രത്തിൻ്റെ വെറൈറ്റിയാണ്. മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഈ കാണുന്നത്, അതായത് ഇതിൻ്റെ കലാത്തിയുടെ തൊട്ടിപ്പുറത്തേക്കുന്ന ഒരു ഫേണിൻ്റെ വെറൈറ്റിയാണ്. പിന്നെ അപ്പുറത്തേക്കുന്ന വെരിഗേറ്റഡ് ഇതാണ് കേട്ടോ, അലോക്കേഷ്യയാണ്. പിന്നെ ഈ കാണുന്നതാണെങ്കിൽ നമ്മുടെ അരേക്ക പാമിൻ്റെ മിനിയേച്ചർ വെർഷനാണ്. പ്ലാസ്റ്റിക് പോലെയൊക്കെ പ്ലാസ്റ്റിക് മാറി നിൽക്കും, ആ രീതിയിലുള്ള ഗ്രീനറി വരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഡ്രസീന ലെമൺ ലൈം, ഡ്രസീന ഡ്രാക്കോ, പിന്നെ ഡ്രസീന ജാനറ്റ് ഗ്രീന്, അങ്ങനെ ഒത്തിരി പ്ലാന്റ്സിൻ്റെ വെച്ചിട്ടുണ്ട്. പിന്നെ ആന്തൂറിയം. പിന്നെ ഈ കാണുന്ന ഫേണാണ് കേട്ടോ, വീണ്ടും കാണിച്ചേക്കുന്ന ഫേണാണ്. ഇതിൻ്റെ തന്നെ നമ്മുടെ ഡ്രസീന മെസ്സഞ്ചീനയുടെ വെറൈറ്റി, ഡ്രസീന ഇതിൻ്റെ ട്വിസ്റ്റർ, പിന്നെ ഇതേപോലത്തെ ബോൺസായി ചെടികൾ, പിന്നെ ടോപ്പിയറി പ്ലാന്റ്സ് ഉണ്ട്. അതായത് പല തട്ടുകളായിട്ട് ഫൈക്കസിനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൈപ്പ്, ചൈന ഡോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന, ഡ്രാക്കോ 2 തട്ടായിട്ട് 2 സ്റ്റെപ്പായിട്ടിരിക്കുന്നത്, ചൈന ഡോൾ മേളിൽ മാത്രം ഇതായിട്ടിരിക്കുന്നത്, അതായത് മേളിൽ മാത്രം ഇലയിട്ടുള്ള താഴെ സ്റ്റെമ്മായിട്ട് നിൽക്കുന്നത്, പിന്നെ മിനിയേച്ചർ ഫിംഗർ പാം, അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് ഈ ഒരു സെക്ഷനിൽ, റെയറായിട്ടുള്ള പ്ലാന്റ്സ് ഈ സെക്ഷനിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ ജനറലായിട്ട് നമ്മളെല്ലാ ഫ്ലവർ ഷോകളിലും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ചൈനീസ് ബാൽസം അല്ലെങ്കിൽ ഇംപേഷ്യൻസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ഇംപേഷ്യൻസ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. ഇത് പേഷ്യൻസ് ഇല്ലാത്തൊരു ചെടിയാണ്. ഇത്തിരി ഒന്ന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പം കേടായിപ്പോവും. സൂക്ഷിച്ച് വളർത്താൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. ഈ ഒരു സെക്ഷനിൽ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റ്സ് ആണ്. അതായത് ബോൺസായി ആയിട്ടും ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റുകളുടെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ ഓർക്കിഡ്സ്, ബാക്കിൽ വെർട്ടിക്കൽ ഗാർഡനായിട്ട് ചെയ്തേക്കുന്ന ഫുള്ള് ഓർക്കിഡ്സ് ആണ്. നമ്മുടെ ഫെലനോപ്സിസ് എന്ന് പറയുന്ന ഇനമാണ് വെർട്ടിക്കലായിട്ട് വെച്ചേക്കുന്നത്. ഈ സെയിം അറേഞ്ച്മെൻ്റ് ആണ് കഴിഞ്ഞ തവണയും ഫ്ലവർ ഷോയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡീനിയം എന്ന് പറഞ്ഞ പ്ലാന്റ്സ്. അതിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ റെഗുലർ കാണുന്ന പ്ലാന്റ്സുകളൊക്കെ തന്നെ, ജമന്തി, ഡയാന്തസ്, പിന്നെ ചൈനീസ് ബാൽസം, ഇംപേഷ്യൻസ്, അങ്ങനത്തെയൊക്കെ പ്ലാന്റ്സുകൾ വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. പുതുമയായിട്ടൊന്നുമില്ല. ജസ്റ്റ് എല്ലാ ഫ്ലവർ ഷോയിലും എല്ലായിടത്തും ഏത് ഫ്ലവർ ഷോയിൽ പോയി കഴിഞ്ഞാലും ഇവന്മാർ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. ഈ 3-4 വെറൈറ്റി ഒഴിയില്ല. കാരണം അത്രയും ഭംഗിയാണത് ഒരു ഗാർഡന് തരുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേക്ക് തരുന്നത്.
പിന്നെ ഇത് കണ്ടില്ലേ, ഫുള്ള് ഓർക്കിഡ്സ് വെച്ചേക്കുന്ന ഏകദേശം 6000-ഓളം ഓർക്കിഡുകളാണ് ഇത്തവണ ഈ ഫ്ലവർ ഷോയിൽ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് എന്നാണ് സംഘാടകർ എന്നോട് പറഞ്ഞത്. അതായത് പല വെറൈറ്റീസ്, ഇതിൻ്റെ അകത്ത് റെയർ വെറൈറ്റീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതായത് ഡബിൾ ഡെക്കറായിട്ട് വരുന്നത്, ട്വിസ്റ്റഡ് വെറൈറ്റീസ്, ആൻറ്റിലോപ്പ് വെറൈറ്റീസ്, ഫ്രാഗ്നൻറ്റ് മണമുള്ള വെറൈറ്റീസ്, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ ട്വിസ്റ്റർ കാണുന്നില്ലേ, ട്വിസ്റ്റർ വെറൈറ്റീസും ചെറിയ ലീഫായിട്ടുള്ള വെറൈറ്റീസും കാണുന്നുണ്ട്. പിന്നെ ഈ ഫെലനോപ്സിസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പല പല ഷെയ്ഡുകളാണ്. അത് ഈ നമ്മളിപ്പോൾ രാത്രി എടുത്തേക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടത് കാണാൻ പറ്റുന്നില്ല, അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് മെലസ്റ്റോമയാണ്, ഒരു കാട്ടുപൂവാണ്. പക്ഷേ അതേപോലെ ഫ്ലവർ നിറയുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം മൊട്ടായിട്ട് നിൽക്കുകയാണ്. നിങ്ങളൊരു 2 ദിവസം കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാം തന്നെ സെറ്റായി നല്ല ഫ്ലവറായിട്ട് നിൽക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ പോയത് ഫസ്റ്റ് ഡേ ആണ്, വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ പോയതാണ്. നിങ്ങൾ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട്, ഏറ്റവും അവസാനത്തേക്ക് പോകരുത്, കാരണം വാടിയതും കരിഞ്ഞതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. സോ ഒരു മിഡിൽ, അതായത് ഒരു 25-ാം തീയതി 26-ാം തീയതി ആ ഒരു സമയത്തിനുള്ളിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഫ്ലവർ ഷോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും. നേരത്തെ നമ്മൾ കണ്ടത് നമ്മുടെ സീനിയയുടെ വലിയ വെറൈറ്റിയാണ്, വലിയ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇതും പറഞ്ഞതുപോലെ നമ്മൾ കട്ടിങ് എടുത്തൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ ഹൈഡ്രേഞ്ചിയയുടെ പലതരം വെറൈറ്റീസാണ് കേട്ടോ. അതായത് പിങ്ക്, വൈറ്റ് ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ കടക്കുന്നത് റോസിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. അതായത് ബട്ടൺ റോസ്, യെല്ലോ, നാടൻ റോസ്, മറ്റേ കാശ്മീർ റോസ് മുതൽ എല്ലാം ഏറ്റവും മുന്തിയ ഇനത്തിലുള്ള റോസുകൾ വരെ, മിനിയേച്ചർ റോസുകൾ, ഡച്ച് റോസ്, യെല്ലോ, ഓറഞ്ച്, പിങ്ക്, അങ്ങനെ പല 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 ഷെയ്ഡുകൾ. റോസ് ലവേഴ്സിന് ഈ പറഞ്ഞ റോസുകളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ റോസ് ലവേഴ്സിന് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ദിവസം, അതായത് ഫ്ലവർ ഷോ അവസാനിക്കുന്നത് 1-ാം തീയതി അല്ലേ, 2-ാം തീയതി രാവിലെ പോവുക. 2-ാം തീയതി രാവിലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഞാനൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. അതായത് ഇതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പ് റേറ്റിന് വാങ്ങിക്കാൻ പറ്റും ഈ പ്ലാന്റ്സ്, കാണുന്ന പ്ലാന്റ്സുകൾ എല്ലാം തന്നെ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം മറ്റേ സെലോഷ്യയും ജമന്തിയും ഒക്കെ തന്നെയാണ്. സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഈ ഒരു സെക്ഷനിൽ ഇല്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഈ വീഡിയോ വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഈ ഫ്ലവേഴ്സ് എല്ലാം വിരിഞ്ഞ് അത്യാവശ്യം നല്ല ഫുൾ സ്വിങ്ങിലുള്ള ഫ്ലവറിങ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഏത് പ്ലാന്റാണ്, ഇവിടെ വെച്ചേക്കുന്ന എല്ലാ പ്ലാന്റ്സും അതേപോലെ ഇരിക്കുന്ന പ്ലാന്റ്സാണ്. അതായത് 3 ദിവസം കഴിയുമ്പോൾ ഫുൾ സ്വിങ്ങിൽ വരും. പിന്നെ 3 ദിവസം കഴിയുമ്പോൾ ആ ഫ്ലവറിങ് ഇത്തിരി താന്ന് വരും. പിന്നെ ഇത് സൂര്യകാന്തി പൂക്കളുടെ ഒരു സെക്ഷനാണ്. ഇത് ചട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു കവറിനകത്ത് വെച്ചേക്കണോണ്ടാണ് ഇതൊരു എന്താ പറയുക, ഒരു എനർജറ്റിക് അല്ലാത്തതും പിന്നെ ഫ്ലവറിന് വലിപ്പം കുറവുമായിട്ട് വന്നേക്കുന്നത്. ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടുമ്പോൾ തന്നെ ഗ്രൗണ്ടിൽ തറയിലാണ് വിത്ത് നടുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലവർ, നല്ല വലിയ ഫ്ലവറായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ചെറിയ ഫ്ലവറായിട്ടിരിക്കുന്നതിന് മെയിൻ കാരണം ഇതാണ്. അതായത് ഇത് കവറിനകത്ത് അതിന് വളരാനുള്ള സ്പേസ്, റൂട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സ്പേസ് അതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനൊരു ഇത് വന്നേക്കുന്നത്, മനസ്സിലായോ? പിന്നെ ഈ കാണുന്ന സെക്ഷൻ വീണ്ടും ആ ഓർക്കിഡ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 7,000-6,000 ഓർക്കിഡ് വെച്ചിട്ടുണ്ടെന്ന്. ആ ഒരു ഓർക്കിഡിൻ്റെ തന്നെ ബാക്കി സ്പേസാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഡബിൾ ഡെക്കറായിട്ടുള്ള പ്ലാന്റ്, മൾട്ടി പെറ്റൽസ് ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഓർക്കിഡാണത്. ഇത്തിരി റെയറാണ്, പിന്നെ അത് മാത്രം ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ രാവിലെ, അതായത് 2-ാം തീയതി രാവിലെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല ചീപ്പ് റേറ്റിന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ പോവാതെ ഒരു ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാന്റ്സ് വാങ്ങിച്ചാൽ മതി, പ്ലാന്റ് ലവറാണ്, എന്തെങ്കിലും പ്ലാന്റ്സ് കിട്ടിയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോവുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 രൂപയുടെ സാധനം നിങ്ങൾക്ക് 20 രൂപയ്ക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ സ്റ്റാളുകൾ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലവർ സെയിൽ സ്റ്റാളും പിന്നെ ഒരു വിത്ത് സ്റ്റോൾ. ഇനിയിപ്പോൾ കമേഴ്ഷ്യൽ സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലതരം കത്തികളും ഇതും എല്ലാം ഉള്ള സ്റ്റോളുകളാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കലാലില്ലിയുടെ, ഡാലിയയുടെ, മറ്റേ ലില്ലിയപ്തിൻ്റെ, ട്യൂബ് റോസിൻ്റെ, കാർണേഷ്യൻ്റെ തൈകൾ, ജമന്തിയുടെ തൈകൾ, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇത് നല്ല കിഴങ്ങാണ് കേട്ടോ, ട്യൂബ് റോസിൻ്റെ കിഴങ്ങാണ്, നല്ല കിഴങ്ങാണ്. ഞാൻ എടുത്ത് നോക്കിയായിരുന്നു, നല്ല കിഴങ്ങാണ്, ധൈര്യത്തോടു കൂടി വാങ്ങിക്കാം.
ആ ഒരു രീതിയാണ്. പിന്നെ ഇവരുടെ വിത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ പഴയ വിത്തുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഗ്രാൻഡ് സീഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണത്. ഇഷ്ടംപോലെ ഇപ്പോൾ വിത്തുകളും കാര്യങ്ങളൊക്കെ ഇവരുടെ സ്റ്റാളുകളിലുണ്ട്. ഇത് നമ്മുടെ ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സിൻ്റെ ഒരു സ്റ്റോളാണ്. അത് ആ ഉള്ളിൽ തന്നെയാണ്, അതായത് ഈ കമേഴ്ഷ്യൽ സ്റ്റോളിൻ്റെ ഏരിയയിൽ തന്നെയാണ്. പോൺസാറ്റിയുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെ പ്ലാൻസ് ഇവരുടെ തന്നെയാണ് ഡിസ്പ്ലേ വെച്ചേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ആ പ്ലാൻസ് നിങ്ങൾ അവിടെ ഡിസ്പ്ലേയിൽ കണ്ട പ്ലാൻസ് ഇവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഇവിടെ നിന്ന് ആൾക്കാർ പല ആൾക്കാരും മേടിക്കുന്നതായിട്ടും കണ്ടു. പിന്നെ അതുമാത്രമല്ല, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്, കാക്ടസിൻ്റെ കളക്ഷൻസ് ഉണ്ട്, പിന്നെ ഗ്രാഫ്റ്റഡ് കാക്ടസ് ഉണ്ട്, ഓർക്കിഡിൻ്റെ ഡെൻഡ്രോബിയം മുതൽ ഡെൻഡ്രോബിയത്തിൻ്റെ തൈകൾ, വാൻഡയുടെ തൈകൾ, വാൻഡയുടെ വലിയ പ്ലാന്റ്സ് എല്ലാം തന്നെയും ഈ സ്റ്റാളിൽ വിൽപ്പനയ്ക്കുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടും സ്റ്റാളുകളും ബാക്കി വിൽപ്പന സ്റ്റാളുകളെല്ലാം പുറത്തു വന്ന് കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്യൂസ്മെൻറ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നിങ്ങൾ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, ഒരു ബ്രേക്ക് ഡാൻസ് എന്ന പഴയ കാലത്തെ അമ്യൂസ്മെൻറ്റ്, അല്ലെ പൂരപ്പറമ്പിലെ അമ്യൂസ്മെൻറ്റ്, കുറച്ച് കുട്ടികൾക്ക് കളിക്കാവുന്ന മറ്റേ ജീപ്പ് ചാടി കളിക്കാവുന്നത്, കുറച്ച് ഫാമിലി ഗെയിംസ്, അങ്ങനെയായിട്ടുള്ള കുറേ സെക്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇത്തവണ ആകെ 3 സ്റ്റാളുകളുള്ളൂ. 22 സ്റ്റാളുകളുള്ള സ്ഥാനത്താണ് ഇത്തവണ 3 ടീമുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് ഹോം ഗ്രൗണ്ട് ഒരു കൗണ്ടർ, പിന്നെ ഒരു അഡീനിയത്തിൻ്റെ തൈകളും ഇതും ഉള്ള ഒരു കോർണർ, പിന്നെ വേറൊരു ജനറൽ നഴ്സറി. ഈ അഡീനിയത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്ലവർ ഉള്ള പ്ലാന്റ്സ്, വില കൂടുതലാണെങ്കിലും ഈ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് മേടിക്കാൻ നോക്കുക. പിന്നെ ചെറിയ പ്ലാന്റ്സ് നമ്മൾ മേടിക്കുമ്പോൾ തൈകൾ സീഡ് ജെർമിനേറ്റഡ് തൈകളാണ്. അത് ആ വെച്ചേക്കുന്ന തൈകൾ കളർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം ക്രോസ് പോളിനേഷൻ നടന്നിട്ട് ഈ അഡീനിയത്തിൻ്റെ വെറൈറ്റികൾ തമ്മിൽ മിക്സായിട്ട് ചിലപ്പോൾ സിംഗിൾ പെറ്റലോ എല്ലാം മിക്സ് ആയിരിക്കുള്ളൂ. ഇതിന് ആർക്കും നമുക്ക് ടാഗ് ചെയ്യാനോ വിത്ത് മുളച്ച് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല കേട്ടോ. ഈ കളർ തന്നെ കിട്ടും, അത് തന്നെ കളറായിരിക്കും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അത് ഓർത്തിരിക്കുക. മാക്സിമം ഫ്ലവർ ഉള്ളത് ഫ്ലവർ നോക്കി മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെ മേടിക്കാൻ നോക്കുക. 250 350 കൊടുത്ത് ഒരെണ്ണം മേടിച്ചാലും കുഴപ്പമില്ല. മറ്റേ ചെറിയ തൈകൾ 100 50 ഒക്കെ കൊടുത്തിട്ട് മേടിക്കുമ്പോൾ ഈ പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാം സെയിം കളർ ആവാനുള്ള സാധ്യത ഈ ഒരു അഡീനിയത്തിൻ്റെ കേസിൽ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഫ്ലവർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ ഷോയുടെ വിശേഷങ്ങൾ. എൻജോയ് ചെയ്യുക, ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കുക. ഹാപ്പി ക്രിസ്മസ് കേട്ടോ എല്ലാവർക്കും. ബൈ ബൈ.